ഹലോ വ്യൂവേഴ്സ്, ഞാൻ ഗായത്രി നായർ. നമുക്കിന്ന് രണ്ട് ഉഗ്രൻ ഓപ്പൺ ഹെയർ സ്റ്റൈലിംഗ് പഠിക്കാം. അതും നമുക്ക് സ്വന്തമായി ചെയ്യാൻ പറ്റുന്ന. അപ്പോൾ ആദ്യത്തത് ഞാൻ പഠിപ്പിക്കാൻ പോകുന്നത് നല്ല ഫോർഹെഡുള്ള, അതായത് എന്നെപ്പോലെ നല്ല നെറ്റിയുള്ള ഹെയർ ഉള്ളവർക്ക് വേണ്ടി, ഫേസ് ഉള്ളവർക്ക് വേണ്ടിയിട്ടുള്ളൊരു ഹെയർ സ്റ്റൈൽ. ആദ്യമായി സൈഡ് പാർട്ടീഷൻ എടുത്ത ശേഷം ഒരു ചെറുതായിട്ട് ഫ്രണ്ടിൽ നിന്ന് മാത്രം ഒരു സെക്ഷൻ ഹെയർ നമ്മൾ യു ഷേപ്പിൽ എടുക്കുക. എന്നിട്ട് ബാക്കിയുള്ള ഹെയർ ബാക്കിലേക്ക് ചെയ്യുക. അതിനെ തന്നെ 3 സെക്ഷൻ ആക്കിയതിന് ശേഷം നമ്മളവിടെ ബാക്ക് കോംബ് ചെയ്യാൻ പോവാം. ഇതൊരു ഡെയിലി ഹെയർ സ്റ്റൈൽ ആയതുകൊണ്ട് തന്നെ ഒത്തിരി ബാക്ക് കോമ്പിങ്ങിൻ്റെ ആവശ്യമില്ല. വളരെ ലൈറ്റായിട്ടൊന്ന് ബാക്ക് കോംബ് ചെയ്യാം. പക്ഷേ ബാക്ക് കോമ്പിങ് മസ്റ്റാണ്, എന്നാൽ മാത്രമേ നമുക്ക് ആ ലുക്ക് കിട്ടത്തുള്ളൂ. അപ്പോൾ ഞാൻ റൈറ്റ് സൈഡിലും ലെഫ്റ്റ് സൈഡിലും സെൻറ്റർ പോർഷനിലും അങ്ങനെ 3 സെക്ഷനിലായിട്ട് ഇപ്പോൾ ബാക്ക് കോംബ് ചെയ്യാണ്. ആ ബാക്ക് കോംബ് ചെയ്തതിന് ശേഷം ആ ഹെയറിനെ വീണ്ടും ഫുള്ള് ബാക്കിലേക്ക് നന്നായിട്ട് ചീകും. കണ്ടോ, ഞാൻ ശരിക്കും പറഞ്ഞാലോ ഒത്തിരി അങ്ങ് ബാക്ക് കോംബ് ചെയ്യുന്നില്ല, ചെറുതായിട്ട് ബാക്ക് കോംബ് ചെയ്തുള്ളൂ. ഇനി നമുക്ക് ആ ഫ്രണ്ടിലെ പോർഷൻ ഹെയറിലെ ആ യു ഷേപ്പിലെടുത്ത ഹെയറിന് നന്നായിട്ട് ചീക്കി ചെവിയുടെ ബാക്കിൽ കൂടെ വേണം അത് എടുക്കാനായിട്ട്. എന്നിട്ട് നമ്മുടെ കഴുത്തിൻ്റെ ബാക്കിൽ പോയിട്ട് സ്ലൈഡ് വെച്ചിട്ട്, നോർമൽ ഒരു സ്ലൈഡ് വെച്ചിട്ട് നമ്മളതിനെ സെക്യൂർ ചെയ്യാം. ഈ ഹെയർ സ്റ്റൈൽ ശരിക്കും നമ്മുടെ ഫോർഹെഡ് കുറയ്ക്കുകയും ചെയ്യും, ഫേസ് കുറച്ച് ലീനായിട്ട് തോന്നിക്കുകയും ചെയ്യും. ഇനി നമുക്ക് ആ ഹെയർ അതായത് ബാക്കി കുത്തിയ ശേഷം ഫ്രണ്ടിലെ ഹെയർസ് നന്നായിട്ട് ചീകിയെടുക്കുക. ഇനി നമുക്ക് അടുത്ത വേറൊരു ഹെയർ സ്റ്റൈൽ കൂടി പഠിക്കാം. ഈ ഈസി ഡെയിലി ഹെയർ സ്റ്റൈൽ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കും. ഇനി നമുക്ക് വേറൊരു ഹെയർ സ്റ്റൈൽ വന്നിട്ട് ഞാൻ പറഞ്ഞത് ബ്രൈഡിങ് വെച്ചിട്ടുള്ളൊരു ഹെയർ സ്റ്റൈലാണ്. അതിപ്പോഴത്തെ ഒരു ട്രെൻഡാണ് കേട്ടോ. ഈ ബ്രൈഡിങ് ഹെയർ സ്റ്റൈലിൽ സെക്ഷൻ എടുക്കലാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. അതായത് നമ്മുടെ മിഡ് ഓഫ് ദി ഐബ്രോ ടു മിഡ് ഓഫ് ദി ഐബ്രോ സെക്ഷൻ വേണം നമ്മൾ എടുക്കാനായിട്ട്. ആദ്യം ഞാൻ ആ സെക്ഷൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അതിൽ നിന്ന് സെൻറ്ററിൽ നിന്ന് കുറച്ച് ഭാഗം എടുത്ത് അതിനെ 3ആയിട്ട് തിരിയുക. തിരിഞ്ഞതിന് ശേഷം നമ്മൾ സാധാരണ മുടി പിന്നില്ലേ അതുപോലെ പിന്നിയെടുക്കുക. നമ്മൾ ഫ്രഞ്ച് പ്ലേറ്റിംഗ് ചെയ്യുന്നത് പോലെ 2 സൈഡിൽ നിന്നും മുടി ഓരോരോ കുഞ്ഞു കുഞ്ഞു സെക്ഷനായിട്ട് എടുത്ത് ആ മുടി പിന്നുന്നതിലേക്ക് നമ്മൾ അറ്റാച്ച് ചെയ്ത് കൊടുക്കുക. അതിനു മുന്നേ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, ഞാൻ പറയാൻ വിട്ടുപോയി. ഈ ഫ്രണ്ടിലെ സെക്ഷൻ പിന്നി എടുക്കുന്നതിന് മുന്നേ, അതായത് ബ്രൈഡ് ചെയ്യുന്നതിന് മുന്നേ ബാക്കിൽ നമ്മളൊരു ചെറിയ പോണി കെട്ടി തന്നെ സെക്യൂർ ചെയ്ത് വെക്കണം. ഇല്ലാന്നുണ്ടെങ്കിൽ ഈ ഹെയർ സ്റ്റൈൽ പ്രോപ്പറായിട്ട് വരില്ല. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്തു, ഈ ബ്രൈഡിങ് ചെയ്തതിനെ ഒന്ന് പുള്ളി ചെയ്ത ശേഷം സ്ലൈഡ് കുത്തിയിട്ട് ഫ്രണ്ടിലെ പോർഷൻ ഹെയർ ഫ്രണ്ടിലേക്ക് ഇടുക. ഞാനിപ്പോൾ ഇത് സാധാരണ ഒരു സ്ലൈഡ് വെച്ചിട്ടാണ് അവിടെ സെക്യൂർ ചെയ്യുന്നത്. ഇനി ജസ്റ്റ് അതൊന്ന് നമ്മുടെ ഹെയറുമായിട്ട് മേർജ് ചെയ്ത് വിടുക, ചീകിയെടുക്കുക. ഡൺ. ഇറ്റ്സ് വെരി വെരി ഈസി ആൻഡ് കുറച്ച് സമയം എടുക്കുള്ളൂ. Until the next video, bye from Team Tanima Beauty Lounge.